ഇവിടെ ഏത് സമയത്ത് വീഡിയോ ചെയ്യുമ്പോഴും ജാതകം നോക്കിയിട്ടാ ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. ഞാൻ അലമ്പാക്കിയാലോ ചെയ്യണം. അലമ്പന്മാരാണല്ലോ ഇവര്. ഞാൻ ഇതുവരെ ജാതകം ഇല്ല. പക്ഷെ ഞാൻ തമിഴ്നാട് നാർഗോലി പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു വട്ടം തത്ത അതിനെന്നാ പറയുന്നത്, തമിഴ് ഇവിടെ കറക്റ്റ് പറയുന്നത് അത് തന്നെ. അപ്പൊ കന്യാകുമാരിയിൽ നമ്മൾ മറ്റേ സൺറൈസ് ഒക്കെ കാണാൻ പോയത്, രാവിലെ സൺറൈസ്, എന്നിട്ട് അതൊക്കെ മിസ് ചെയ്തിട്ട് മറ്റേ ചീട്ടൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ വലിയ സിവിൽ എഞ്ചിനീയർ ഒക്കെ ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നും പറഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങി. അയ്യോ അതില്ല, ഇനി ശരിയാ, ഇനി അതിനുള്ള സമയമില്ല. ഇല്ലല്ലോ. അയ്യോ ഇനി സിവിൽ എഞ്ചിനീയറിംഗ് എന്നെ കൊണ്ട് പറ്റാത്ത, ഞാനും എന്റെ പാർട്ട്ണർദോ അവിടെ ഇരിക്കുന്ന സെബാസ്റ്റിനും കൂടെ പണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഗ്രാജുവേറ്റ് ആയ രീതിയിൽ ഉമ്മ വീട്ടിൽ ഒരു മതിൽ പണയാൻ പറഞ്ഞിട്ട് ആ മതിൽ ഇപ്പോഴും വാർക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് പരിപാടി കിടക്കുക പറ്റില്ല. പക്ഷെ യൂട്യൂബ് ചാനൽ കിട്ടുന്ന വരുമാനം സിവിൽ എഞ്ചിനീയർ എവിടെ കിട്ടാനാ? അത് ഉമ്മാരടുത്തൊക്കെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഉമ്മ ഇപ്പോഴും ഇപ്പോഴും ഉമ്മ ഇടയ്ക്ക് നമ്മുടെ അമ്മമാരില്ലേ, നീ ആയ കാലത്ത് നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ 1-1.5 മേടിച്ചുകൊണ്ട് വന്നാലും ഉമ്മ മോനെ എന്നൊക്കെ ചെയ്തിട്ട് അടുത്ത നിമിഷം മോനെ IAS എഴുതണ്ട മറക്കല്ല്, ആ ഒരു കോൺഫിഡൻസ് ഉമ്മക്ക് എപ്പോഴും ഉണ്ട്. സോ ഇപ്പം ഞാൻ സിനിമയുടെ പുറകെ നടന്നാലും ഉമ്മ നാളെ പറയും, എടാ ഒരു പരീക്ഷ വന്നിട്ടുണ്ട്, അത് എഴുതിയാൽ നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടും, സെറ്റ് ആവും. അതുപോലത്തെ അയ്യോ അതെ IAS പക്ഷേ അതെ. അപ്പം ഞാൻ അങ്ങനെ വിശ്വാസം വെച്ച് അങ്ങനെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. അല്ല നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരെ വിശ്വാസമുണ്ട്. അല്ല അതാണ് കറക്റ്റ് തന്നെ. പിന്നെ എന്താ ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു കുറുക്കം കഴിഞ്ഞിട്ട് അടുത്ത കഥയിലേക്കാണ് മോഹൻചേട്ടൻ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ഞാൻ ഈ കഥ കേട്ടോ, അതിന് മുമ്പ് കഥ കേട്ടാണ്. എനിക്ക് തോന്നുന്നു മോഹൻചേട്ടൻ ഫ്ലാറ്റിൽ പോകുമ്പോൾ കഥയൊക്കെ തീർന്നിരിക്കണ എന്നോട് പറയാറുണ്ട്. അതിനുശേഷമാണ് ഷൂട്ട് നടന്നത്. പെട്ടെന്ന് ഷൂട്ട് നടന്ന് കുറച്ച് വൈകിയാണെങ്കിലും റിലീസ് ചെയ്യേണ്ട സമയങ്ങളിൽ റിലീസാവുന്നു എന്നാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അതിനപ്പുറം നമ്മൾ ഫേമസ് ആയ ബ്ലോഗേഴ്സാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഒരു വലിപ്പം സിനിമയ്ക്ക് വലുതാണ്. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ഇങ്ങനെ പോലും ഇൻ്റർവ്യൂ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ മാത്രം ചെയ്താൽ മതി ഈ സിനിമ പ്രേക്ഷക റൂമിലേക്ക് എത്താം. ഇവർ കൂട്ടം കൂടി ചെയ്താൽ ഇത് പ്രേക്ഷക റൂമിലേക്ക് എത്തും. ഇവരെ ഫോളോ ചെയ്യുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും. ഇവർ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്തരം ആളുകളുടെ കൂടിയാണ് അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ 2-3 മാസം മുമ്പ് ആണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇതിൽ ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത്, ഞാൻ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് തലശ്ശേരി ഭാഷയിലുള്ളൊരു പടം ചെയ്തിട്ടില്ല. എന്നാ താൻ കേസുകൂടെയൊക്കെ കണ്ട സമയത്ത് എനിക്കിങ്ങനെ, നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഭാഷ പറയാൻ പറ്റുന്നൊരു സിനിമയുടെ പാർട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ സംഗതി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ലാംഗ്വേജിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമർ വരും. മലബാർ സ്ലാങ്ങിന് അങ്ങനെ ഒരു സാധനമുണ്ട്, ട്രിവാൻഡ്രം സ്ലാങ്ങിനുണ്ട്, അങ്ങനെ ചില തൃശ്ശൂർ സ്ലാങ്ങിനുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഏരിയയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഹ്യൂമർ ഭയങ്കരമായിട്ട് ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു. ഇത് നറേറ്റ് ചെയ്ത് കേട്ടപ്പോഴും പിന്നെ വായിച്ചപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ഫീൽ ചെയ്തിരുന്നു. ഇനി ഓഡിയൻസിന് അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.